ആരെങ്കിലും ഈ ഇസ്മിനെ ദിനം പ്രതി 100 തവണ ചൊല്ലിയിട്ട് തന്റെ കൈവെള്ളയിൽ ഊതി ശരീരത്തിന്റെ എത്തുന്ന ഭാഗങ്ങളെല്ലാം തടവിക്കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ വരെ ശിഫയാകാൻ കാരണമാകും. അവന്റെ ശരീരത്തിലുള്ള വലിയ വലിയ വേദനകൾ ശമിക്കാൻ കാരണമാകും. വലിയ വലിയ രോഗങ്ങളെ തൊട്ട് കാവലായിട്ട് അത് സംഭവിക്കുന്നതാണ്. ഈ മഹത്തായ ഇസ്മിനെ ഒരു പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് മായ്ച്ച് കുറെ ദിവസങ്ങൾ അങ്ങനെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലുള്ള രോഗങ്ങള്, മുഴകള്, അതേപോലെ തന്നെ കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് സംഭവിക്കുന്ന വീക്കുകള്, അത് ഡയാലിസിസ് ചെയ്യുന്നവര്, അത്തരം രോഗികൾക്കൊക്കെ അത് വലിയ ശിഫയാകാൻ കാരണമാകുന്നതാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തോടുകൂടെ ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖ് ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഈ ഭയമുള്ളവരുടെയും ദുഃഖിതരുടെയൊക്കെ ആത്മമിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ദിക്ർ. ഈ ഒരു ഇസ്മ അത് അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൃത്യമായിട്ടും മുഴുവനായിട്ടും ഇത് കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളും നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ, അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, നമുക്ക് ശിഫയാകുന്ന രൂപത്തിൽ അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിലാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ്. അപ്പൊ ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അതിന്റെ തൊട്ടു മുമ്പുള്ള ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അതിന്റെ പോസ്റ്റ് ചെയ്യും, അതിന്റെ വിവരങ്ങൾ. അതേപോലെ തന്നെ വാട്സപ്പിൽ പക്ഷേ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ബുക്ക് ചെയ്ത് ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് നേരിട്ട് വരാൻ സാധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്കാണ് പലപ്പോഴും അവസരം ലഭിക്കാറുള്ളത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ അന്നത്തെ മുഴുവൻ ബുക്കിങ്ങും കഴിയും. നമുക്ക് എപ്പോഴെങ്കിലും ഫോൺ എടുക്കാതിരിക്കാൻ കഴിയൂല. അത്തരം സന്ദർഭങ്ങളിലാണ് ആ ദിവസവും തിങ്കളാഴ്ചക്ക് ബുക്കിംഗ് ബാക്കി ഉണ്ടായിരിക്കുക. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ ബുക്കിംഗ് കിട്ടും. ചിലപ്പോൾ ബുക്ക് ചെയ്ത ആളുകൾ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അർജന്റ് കേസുകൾക്ക്, മരണം തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം ക്യാൻസലേഷന്റെ വിവരങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച കൺസൾട്ട് ചെയ്യുന്ന ആ ദിവസം ഒരു 8 മണിക്കോ 9 മണിക്കൊക്കെ വിളിച്ചാൽ അറിയാം. അപ്പൊ അങ്ങനെ ക്യാൻസൽ ആകുന്ന ആ അവസരത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ.
ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ സമയം കൃത്യമായി പാലിച്ച് മാത്രം വിളിക്കണം, വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്. കാരണം അസ്മാഉൽ ഹുസ്ന യഥാർത്ഥത്തിൽ ഒരു പിടിവള്ളിയാണ്. നമ്മുടെ ഏതേത് വിഷയങ്ങൾക്കും ഏതേത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അസ്മാഉൽ ഹുസ്നയിൽ നല്ലൊരു പരിഹാരമുണ്ട്. പക്ഷേ അസ്മാഉൽ ഹുസ്ന കേവലം കാണാതെ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കേവലം അത് എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടോ ആയില്ല, അതിനുള്ള ഫലമുണ്ടാകും. പക്ഷേ അതറിഞ്ഞ് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ അതതുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലേണ്ട രൂപത്തിൽ ചൊല്ലിയാൽ കുറിക്ക് കൊള്ളുന്ന ഒരുപാട് ഇസ്മുകൾ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും മഹാന്മാർ പറയാൻ വേണ്ടി എത്ര വരികളാണ് ചെലവഴിച്ചത്, എത്ര പേജുകളാണ് അവർ ചെലവഴിച്ചത്. കാരണം അത്രമേൽ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ പറയാനുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. കാരണം അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ പവിത്രമേറിയ ഇസ്മുകളാണ്. അതിൽ ചില ഇസ്മുകൾ ഇസ്മുൽ ആളമുകളാണ്. ചില ഇസ്മുകളെ കുറിച്ച് മഹാന്മാർ ഇതാണ് ഇസ്മുൽ ആളം എന്ന് അഭിപ്രായപ്പെട്ട ഇസ്മുകളുണ്ട്. എന്താണ് ഇസ്മുൽ ആളമിന്റെ പ്രത്യേകത? നമ്മൾ വിവിധങ്ങളായ വീഡിയോസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്മുൽ ആളം വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ്. അത് മുൻനിർത്തി ദുആ ചെയ്താൽ ഒരു പ്രത്യേകമായ ഇജാബത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആളമിന്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും ഇസ്മുൽ ആളം അല്ലാത്ത ഇസ്മുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഇസ്മുകൾക്കും ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയോ? ഇസ്മുൽ ആളമിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ആ ഇസ്മുൽ ആളം വെച്ച് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും. ആ ഇസ്മുൽ ആളമിന്റെ ശ്രേഷ്ഠത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം പറയാം. ഇസ്മുൽ ആളമിന്റെ അക്ഷരങ്ങൾ മറ്റേതെങ്കിലും ഇസ്മുൽ ആളം അല്ലാത്ത ഇസ്മുകളിൽ ഉണ്ടെങ്കിൽ ആ ഇസ്മിനും ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഈ ഇസ്മില് ഇസ്മുൽ ആളമിന്റെ ചില ഇസ്മുകൾ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ ഇതിന് വലിയ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിക്കാം. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നവരുണ്ട്, റിയാള പൂർത്തിയാക്കി വീട്ടിയവരുണ്ട്, ചെറിയ റിയാള പൂർത്തിയാക്കിയിട്ട് വലിയ റിയാളകളിലേക്ക് പ്രവേശിച്ചവരുണ്ട്, നോമ്പുകാരായിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവരുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസിലിരുന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാഉൽ ഹുസ്ന നിയ്യത്തുകൾ വെച്ച് ചൊല്ലുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, പൂർത്തിയാക്കി വീട്ടാത്ത ഒരാൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, രണ്ടും സ്വീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അസ്മാഉൽ ഹുസ്ന റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരാളുടെ അമലുകൾ ഒരു പടി മുന്നിലായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെടും, ദ്രുതഗതിയിൽ അതിന് ജവാബ് നൽകപ്പെടും. അതാണ് റിയാള പൂർത്തിയാക്കി വീട്ടിയവർക്ക് ലഭിക്കുന്ന മഹത്വം. റിയാള എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സമയമുണ്ടെങ്കിൽ അത് വിശദീകരിക്കും എന്നറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതിനുള്ളൊരു മാർഗം നമ്മൾ പറഞ്ഞത് നമ്മുടെ മജ്ലിസിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ അസ്മാഉൽ ഹുസ്നയുടെ പങ്കെടുക്കാവുന്നതാണ്, എല്ലാ ദിവസവും ചൊല്ലാവുന്നതുമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ അൽ ഗഫൂർ എന്ന് പറയുന്ന വളരെ സവിശേഷമായ ഇസ്മിനെ കുറിച്ചാണ്. എന്താണ് അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ? മുമ്പ് നമ്മൾ അൽ ഗഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇസ്മിന്റെ ഏകദേശം അർത്ഥം തന്നെയാണ് അൽ ഗഫൂർ എന്ന് പറയുന്ന ഇസ്മിനും. യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. എന്താണ് ഈ പദത്തിന്റെ പ്രത്യേകത സ്വഭാവങ്ങൾ? എന്താ? രണ്ട് പദങ്ങൾക്കും ഏറെ പൊറുക്കുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥം. യാ ഗഫാർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം, ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം. പക്ഷേ എന്നാലും അതിന്റെ പദങ്ങളിലെ അക്ഷരങ്ങളിലും മറ്റുമൊക്കെ വ്യത്യാസമുണ്ട്. അത് ചില ചെറിയ വ്യത്യാസങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായ ആളുകളിലേക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം ആ ഭാഗം നമ്മൾ മാറ്റിവെക്കുകയാണ്.
അപ്പൊ ഈ ഇസ്മ ധാരാളം ഉരുവിട്ടുകൊണ്ട് ദുആ ചെയ്യുന്നവരുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. യഥാർത്ഥത്തില് മഴയെ തേടിയിട്ട് മഴ ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മഹാന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോ അവരൊക്കെ നിർദ്ദേശിക്കാറുള്ളത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ചെയ്തികൾ കാരണമായിട്ട് തന്നെയാണ് ഇത്തരം പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്നത് എന്നാണ് അതിനർത്ഥം. അതുപോലെ ഈ ഇസ്മ ആ ഒരു അർത്ഥത്തിലുള്ളതാണ് അല്ലേ, അള്ളാഹു ഏറെ പൊറുക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ളതാണ്, ഏറെ പൊറുക്കുന്നവൻ. അപ്പൊ നമ്മുടെ ഏതേതു വിഷയങ്ങൾക്കും ഇത് പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നമുക്ക് പകർത്താൻ പറ്റുന്ന ഒരു ദുആഇന്റെ ഒരു പദമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. യാ റബ്ബി യാ ഗഫൂറു ഗഫിർലി, യാ റബ്ബി യാ ഗഫൂറു ഗഫിർലി. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ റബ്ബി യാ ഗഫൂറു ഗഫിർലി, റുഗ്ഫിർലി എന്നാണ് കൂട്ടി ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ചൊല്ലേണ്ടത്. നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നുഹ്ദിന എന്നല്ല ചൊല്ലല്ലേ. അത് ഈ കൂട്ടി ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് യാ റബ്ബി യാ ഗഫൂർ നിർത്തുകയാണെങ്കിൽ ഇഗ്ഫിർലി, ഇഗ്ഫിർലി നിർത്താതെ കൂട്ടി ഓതുകയാണെങ്കിൽ യാ റബ്ബി യാ ഗഫൂർ ഗഫിർലി എന്നാണ് ചൊല്ലേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലാം യാ റബ്ബി യാ ഗഫൂർ ഇഗ്ഫിർലി, യാ റബ്ബി യാ ഗഫൂർ ഇഗ്ഫിർലി, യാ റബ്ബി യാ ഗഫൂർ ഗഫിർലി, യാ റബ്ബി യാ ഗഫൂർ ഗഫിർലി. എന്താണ് ഇതിനർത്ഥം? യാ റബ്ബ്, എന്റെ റബ്ബേ, ഓ റബ്ബേ എന്നാണ് അർത്ഥം. യാ ഗഫൂർ, ഏറെ പാപങ്ങൾ പൊറുക്കുന്ന റബ്ബേ, ഇഗ്ഫിർലി, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ എന്ന് സ്ഥിരമായി നമ്മൾ ഈ ദിക്റിനെങ്ങനെ, ഈ ദുആഇനെങ്ങനെ പ്രാർത്ഥിക്കുന്നത് ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദ്രോഹങ്ങളെ തൊട്ട്, അക്രമങ്ങളെ തൊട്ട്, അവരുടെ ഷർറുകളെ തൊട്ട് രക്ഷ നേടാൻ കാരണമാകുന്നതാണ്. തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കാതിരിക്കലുമെല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അതിലെ പെട്ട ഒരു കാരണമാണ്. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ അവരുടെ തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കാതിരിക്കുക, അതിന് മറ്റൊരാളെ മുമ്പിൽ വെച്ച് വഷളാക്കാതിരിക്കുക എന്നുള്ളത് ഈ ദീന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ദുനിയാവിൽ വെച്ച് ആരുടെയെങ്കിലും ന്യൂനതകൾ നാം മറച്ചു വെച്ചാൽ അള്ളാഹു നാളെ പരലോകത്ത് നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ആരെയും വഷളാക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ നാക്ക് കാരണം, നമ്മുടെയൊക്കെ സംസാരം കാരണം എത്രയോ ആളുകള് മോശമാക്കപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിനിടയിൽ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നാളെ മഹ്ശറാ വൻസഭയിൽ നാം മോശമാക്കപ്പെടാൻ, മോശമായി നമ്മെ ചിത്രീകരിക്കാൻ അത് വലിയ കാരണമാകും. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഈ ഇസ്മ പറഞ്ഞപ്പോൾ ഇതുമായി ചേർത്തിയിട്ട് നമ്മൾ പറയുകയാണ്. ഭയമുള്ളവരുടെയും ദുഃഖിതരുടെയും ആത്മമിത്രമായ ഒരു ദിക്റാണ്, ദിവ്യനാമമാണ് യാ ഗഫൂറു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. ഇത് ഇങ്ങനെ പതിവായി ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയപ്പെടുന്ന സർവ്വ കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും ദുഃഖിതരായ ആളുകൾക്ക് സന്തോഷം ലഭിക്കാനുമുള്ള കാരണമാകും ഈ ഇസ്മ. അത് ഇസ്തിഗ്ഫാർ, നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മ കൊണ്ട് നമ്മൾ ബന്ധപ്പെടുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടാണ്. ആധ്യാത്മിക യാത്രികരുടെ വലിയ ഒരു കൂട്ടായിട്ടാണ് ഈ ഒരു ദിക്റിനെ കണക്കാക്കപ്പെടുന്നത്. അവരൊക്കെ സ്ഥിരമായിട്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നവരാണ്. ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനും ഈ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ ജോലി സ്ഥിരമായി നിൽക്കാനും, അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള നല്ലൊരു ജോലി
ജോലി ലഭിക്കാനും നല്ല ഗവൺമെന്റ് സാലറി ലഭിക്കുന്ന രൂപത്തിലുള്ള നല്ല ജോലി ലഭിക്കാനൊക്കെ ഈ ഇസ്മിനെ സ്ഥിരമായി പതിവാക്കിയാൽ മതി. പതിവായി ധാരാളം തവണ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ യാതൊരു തടസ്സവുമില്ലാതെ ധാരാളം കാലം അവന് ഇസ്സത്തുള്ള ജീവിതം ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഈ ഉന്നത സ്ഥാനീയരിൽ നിന്നെല്ലാം, നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന്, നമ്മുടെ മുതലാളിമാരിൽ നിന്ന്, നമ്മളെ ആരുടെയെങ്കിലും കീഴിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള ഈ കോപാഗ്നി ഉണ്ട്, അവരുടെ ശക്തമായ കോപത്താലുള്ള സംസാരം, അത്തരം ഇടപെടലുകളെ തൊട്ടും സംസാരങ്ങളെ തൊട്ടൊക്കെ രക്ഷ നേടാനും അവരെ തണുപ്പിക്കാനൊക്കെ ഈ ഇസ്മിന് വലിയ കഴിവുണ്ട് എന്നുള്ളതാണ്. ഈ ഇസ്മിന് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നല്ല കേട്ടോ. ഈ ഇസ്മ ചൊല്ലുമ്പോൾ അത് കാരണമായിട്ട്, നമ്മുടെ നിയ്യത്ത് കാരണമായിട്ട് അള്ളാഹു ആ ആവശ്യം നിറവേറ്റി തരും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആരെങ്കിലും ഈ പവിത്രമേറിയ ഇസ്മിനെ എല്ലാ ദിവസവും 100 തവണ സ്ഥിരമായിട്ട് ചൊല്ലിയിട്ട് അവരുടെ കൈവെള്ളയിൽ ഊതിയിട്ട്, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത്. നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നീ ഷിഫയാക്കുന്നതാണ് അർത്ഥം. അപ്പൊ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് തന്റെ ശരീരത്തിന്റെ കൈകൾ എത്തുന്ന എല്ലാ ഭാഗങ്ങളിലും തടവിക്കഴിഞ്ഞാൽ അത് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ വലിയ രോഗങ്ങളെ തൊട്ട് ഷിഫയാകാൻ കാരണമാകുന്നതാണ്. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അനാവശ്യമായ ദേഷ്യം, ശാഠ്യം, അസൂയ ഇങ്ങനെ തുടങ്ങി ചില കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വയലന്റ് ആകും, പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യും. അങ്ങനത്തെ മക്കളൊക്കെ ഉണ്ട്. അത്തരം മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഇസ്മ ഒരു നിശ്ചിത എണ്ണത്തിൽ, ഇതിന്റെ ആദത് നമ്മൾ പറയുന്നുണ്ട്, ആ ആദതിനോ അല്ലെങ്കിൽ 101 തവണയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണത്തിലോ സ്ഥിരമായി ചൊല്ലിയിട്ട് അത് ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അവർക്ക് പതിവായി കൊടുക്കുന്നത് ശീലിച്ചാൽ വയലന്റ് ആകുന്ന, അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന അത്തരം മക്കളുടെ അത്തരം ആ സ്വഭാവ പ്രകൃതങ്ങളിൽ നിന്നൊക്കെ അവരെ മോചിപ്പിക്കാൻ നമുക്ക് കാരണമാകുന്നതാണ്. ചില കുട്ടികൾക്കൊക്കെ ശൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്തരം ആളുകൾ ആ രൂപത്തിൽ വയലന്റ് ആകുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് മറ്റൊരു ആമല് പറഞ്ഞിട്ടുണ്ട്. ആമൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ആമലുകളും അറിയുമ്പോൾ അത് എഴുതി വെച്ച് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അതതിന്റെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ നല്ല ഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും നമ്മളിതിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ല, ആരെങ്കിലും ഈ മഹത്തായ ഇസ്മിനെ ഒരു പിഞ്ഞാണത്തില്, ഒരു പാത്രത്തില് അത് 100 പ്രാവശ്യം എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് മായ്ച്ച് കുറെ ദിവസങ്ങൾ അങ്ങനെ കുടിക്കുക. മഴയ്ക്ക് ലഭിക്കുന്ന സമയങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കും. ഓരോ ദിവസവും ഓരോ മഴവെള്ളം എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കുക. മഴ ലഭ്യത കുറവുള്ള ദിവസങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കുറച്ചധികം മഴവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ രൂപത്തിൽ ആ വെള്ളം ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ മഴവെള്ളം കൊണ്ട് മായ്ച്ച് കുറെ ദിവസങ്ങൾ അങ്ങനെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ, വെറും വയറ്റില് അതങ്ങ് കുടിക്കലിനെ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കാരണമാകും. ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും. കിഡ്നി ഫെയിലായ ആളുകള്, ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലും മുഴയുള്ള ആളുകള്, യൂട്രസിലൊക്കെ സിസ്റ്റ് ഉള്ള ആളുകള്, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ടാകും. അണ്ടാശയം ഓവറൊക്കെ എടുത്ത് കളയാൻ വേണ്ടി പറഞ്ഞ ആളുകളല്ലേ, അതിലൊക്കെ മുഴയുള്ള ആളുകൾ, ഇത്തരം ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലുള്ള രോഗങ്ങളെ തൊട്ട് ശിഫ ലഭിക്കാൻ, എല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ട് ശിഫ ലഭിക്കാനൊക്കെ ഈ ഒരു അമല് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ രൂപത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി കുടിക്കുന്നത് അവന് ആരോഗ്യ ദൃഢഗാഢനായി അവന് നിലനിൽക്കാൻ കാരണമാകും. അതൊക്കെ എന്താണ് കാരണം എന്ന് വെച്ചാൽ അത് അള്ളാഹുവിന്റെ പവിത്രമായ ആ ഇസ്മിന്റെ ഒരു സവിശേഷതയാണ്. നമ്മളങ്ങനെ ഒരു പ്രത്യേക നിയ്യത്തിൽ ചെയ്യണം, നിങ്ങളത് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്മിന്റെ ഒരു പവിത്രത കൊണ്ട്, മഹത്വം കൊണ്ട് അത് പെട്ടെന്ന്
മാറാൻ കാരണമാകും. ഈ പനി, തലവേദന ഇങ്ങനെയുള്ള ഇടക്കിടക്കൊക്കെ വരുന്ന ചില രോഗങ്ങൾ, വോമിറ്റിങ്, ഛർദ്ദിക്കാൻ വരുന്നത്, ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഒരു ചെറിയ റൊട്ടി കഷ്ണത്തിലോ മറ്റൊക്കെ ആയിട്ട് ഈ ഇസ്മിനെ എഴുതിയിട്ട് അത് കഴിക്കാൻ കൊടുത്താൽ രോഗം ശമിക്കും. ബിഇദ്നില്ലാഹി തആല ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാ രോഗങ്ങളും തൊട്ടും അല്ലാഹു നമുക്ക് വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടക്കിടക്ക് വിട്ടുമാറാത്ത പനി, ഇങ്ങനെ ഒരു പ്രത്യേക സമയത്തിനിടയിൽ ഒരു 3 ദിവസം പനി ഇല്ലെങ്കിൽ പിറ്റത്തെ 3 ദിവസം പനി, ഇങ്ങനെ ചെറിയ ചെറിയ പനി, ഉള്ളിലേക്കുള്ള പനി, ഇങ്ങനെയൊക്കെ വരുന്ന ചില കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മുതിർന്നവരൊക്കെയാണ്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ അതിനെ ഉരുവിടലിന് 1000 തവണ ഉരുവിടലിനെ പതിവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുൻകോപികളായ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. അവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇസ്മിനൊരു പ്രത്യേക ദുആ ഉണ്ട്. അത് കുറച്ചധികം വലിയ ദുആ ആയതുകൊണ്ടാണ് യാ ഗഫാർ അൻതല്ലദീ തസ്തുറു അലാ അഹ്ലിൽ കമാൽ എന്ന് തുടങ്ങുന്ന ഒരു ദുആ. അത് കുറച്ചധികം നീണ്ട ദുആ ആയതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമ്മളത് ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. ആ ദുആയും കൂടെ കൂട്ടി ചൊല്ലിയാൽ കൂടുതൽ ഫലം ലഭിക്കും. ഇതിന്റെ ആദദ് എന്ന് പറയുന്നത്, ഇതിന്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത്, അൽ ഗഫൂർ എന്ന് പറയുന്നത് ഗൈൻ എന്ന് പറഞ്ഞാൽ അബ്ജദ് ഹംസ് ഹുത്വി കലമൻ സാഫസ് ഖറശത് സഖീദ് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളിൽ ഗൈൻ എന്ന് പറഞ്ഞത് 1000 ആണ്. അതിന്റെ ആദദ് ഗൈൻ എന്ന് പറഞ്ഞാൽ 1000 ആണ്. പിന്നെ ഗഫൂർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അക്ഷരം ഫ ആണ്. ഫ 80, അപ്പൊ 1080 അല്ലേ. അതിന് വാവ് വരുന്നുണ്ട്. വാവ് അബ്ജദ് ഹ വ. വാവ് എന്നുള്ളത് 6 ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. അപ്പോ 1086 ആയി. റാ എത്രയാണ്? റാ നമുക്കറിയാം 200 ആണ് റായിന്റെ ആദദ്. അപ്പൊ എത്ര? 1086 പ്ലസ് 200 1286 ആണ് ഇതിന്റെ ആദദ്. ഗഫൂർ എന്ന് പറയുന്നതിന്റെ ആദദ്. അപ്പൊ ഈ ആദദ് അനുസരിച്ച് നമുക്കിത് ചൊല്ലാവുന്നതാണ്. യാ ഗഫൂറു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്. നേരത്തെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി പറഞ്ഞതും അത്തരം ആ വിഷയങ്ങളൊക്കെ അത് യാഇനെ ചേർത്തിയിട്ട് യാ ഗഫൂറു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആജിലായ കാമിലായ സമ്പൂർണ്ണ സിഹത്ത് ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും കൃത്യമായിട്ട് അതിൽ നോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു നോട്ട്ബുക്ക് പൂർത്തിയായതിനു ശേഷം മറ്റൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചു വെച്ചവരുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയുമ്പോൾ അത് എഴുതി വെക്കുകയും അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തു വെച്ച് അത് ഓരോ സന്ദർഭങ്ങളിലും ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രയാസങ്ങളിലും വിഷമഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അത്തരം ആളുകളൊക്കെ അവരുടെ നോട്ട്ബുക്കൊക്കെ ഇവിടെ പലപ്പോഴും നേരിട്ട് വരുമ്പോൾ ഉസ്താദ് പറയുന്ന എല്ലാ അമലുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 12,000 ബിസ്മിയുടെ അമല് ചെയ്തു, സൂറത്തുൽ ഫത്ഹിന്റെ അമല് ചെയ്തു, യാ ലത്തീഫിന്റെ അമല് ചെയ്തു, സൂറത്ത് യാസീനിന്റെ 25 യാസീൻ ഓതുന്ന, 3 യാസീൻ ഓതുന്ന, 4 യാസീൻ ഓതുന്ന അങ്ങനെയുള്ള അമലുകളൊക്കെ കൃത്യമായി ചെയ്തു. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിലും ഇത്തരം ഇസ്മുകളെ കൊണ്ട് കേവലം അതൊരു ചെറിയ വാക്കുകൊണ്ട് യാ ഗഫൂർ യാ അല്ലാഹ് 110 തവണ ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസമാകുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ വിശ്വാസത്തോടുകൂടെ ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇത്രയും സമയമെടുത്ത് പറയുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മളതെങ്ങനെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി, ഇതിന്റെ ആശയം മനസ്സിലാക്കി, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ഭാഗത്ത് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി. മഴയെ തേടിയിട്ടുള്ള ആളുകള്, മഴയുമായി ബന്ധപ്പെട്ട മഴയില്ല എന്നുള്ള വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ മഹാന്മാർ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി പറയാൻ കാരണം നാം ചെയ്ത ദോഷങ്ങൾ കാരണം തന്നെയാണ് ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് വരുന്നത്. അതുകൊണ്ട് ദോഷങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അള്ളാഹു ആ പ്രയാസങ്ങൾ നീക്കിത്തരും എന്ന് മഹാന്മാർ മറുപടി
മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ പറഞ്ഞ എന്തിനാ? ഗഫൂർ എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം എന്നത് പറയുന്നത് ഏറെ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോ യഥാർത്ഥത്തിൽ നാം ചെയ്തു വെക്കുന്ന ദോഷങ്ങള്, നാം നമ്മുടെ മനസ്സകങ്ങളിൽ കൊണ്ടു നടക്കുന്ന ദുശ്ചിന്തകള്, ഇത്തരം നമ്മുടെ തെറ്റുകള്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇത്രയും പ്രയാസങ്ങളിലേക്കൊക്കെ എത്തിച്ചത് ഒരു പക്ഷേ. അപ്പൊ അത്തരം പ്രയാസങ്ങളെ തൊട്ട് രക്ഷ നേടാൻ ഇത്തരം ഇസ്മുകൾ പതിവാക്കുന്നത് മഹാന്മാരുടെ ഒരു ശൈലിയാണ് എന്ന് സൂചിപ്പിക്കാനും കൂടെയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ അമല് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും വിശദീകരിക്കുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട്. റിയാള പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള വിഷയമാണ്. റിയാള എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. അത് കഠിനമായ സബര്യകളിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രം കിട്ടുന്നതാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളൊക്കെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ മാസങ്ങളും വർഷങ്ങളും അനന്തമായ ദിവസങ്ങളുമാണ് ചെലവഴിച്ചിരുന്നത്. അവർ മനുഷ്യവാസമില്ലാത്ത, മനുഷ്യരുടെ താമസയോഗ്യമല്ലാത്ത ഏകാന്തമായ മലമുകളിലും പാറപ്പുറങ്ങളിലും ഗുഹകളിലൊക്കെ പോയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം അവരിരുന്ന് നോമ്പുകാരായിട്ട് മാസങ്ങളോളം മനുഷ്യരുമായി ബന്ധപ്പെടാതെ ഇരുന്ന് നേടിയെടുത്ത, കഠിനമായ സബര്യകളിലൂടെ നേടിയെടുത്ത അസ്മാഉൽ ഹുസ്ന പോലെയുള്ള വലിയ വലിയ റിയാളകള് അതവരുടെ ശരീരത്തിനെയും മനസ്സിനെയും അള്ളാഹുവിൽ ലയിപ്പിക്കാൻ കാരണമാകുമ്പോൾ അവർ പറയുന്ന എല്ലാ വിഷയങ്ങളും വളരെ പെട്ടെന്ന് ഫലിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈമാന് കുറഞ്ഞ, അമല് കുറഞ്ഞ, ഇൽമു കുറഞ്ഞ സാധുക്കളായ നമുക്കൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാളയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആ റിയാള നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടം എന്താ? റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ ആ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആളുകള് ഇത്തരം ഇസ്മുകളുമായി ബന്ധപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് റിസൾട്ട് ലഭിക്കില്ല എന്ന അർത്ഥത്തിനല്ല, മറ്റുള്ളവർക്ക് റിസൾട്ട് ലഭിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഇത്തരം ആളുകൾക്ക് റിസൾട്ട് ലഭിക്കും എന്നതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആശയം. അപ്പൊ റിയാള എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത്? അത് ഓരോ ഇസ്മുകൾക്കും ഓരോ അദദുകളുണ്ട്. അത് നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അസ്മാഉൽ ഹുസ്നയുടെ എണ്ണങ്ങൾ, അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തതിലേക്ക് കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ എണ്ണങ്ങൾ എടുത്ത് ആ എണ്ണം അനുസരിച്ച് അസ്മാഉൽ ഹുസ്ന അത്രയും തവണ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ് 66 അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ അല്ലാഹ് എന്ന ഇസ്മിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നതിന്റെ ഏറ്റവും ചെറിയ രൂപം, ലളിതമായ രൂപം, അല്ലാഹ് എന്ന ഇസ്മിനെ 66 തവണ ചൊല്ലുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ റിയാള വീടി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഗഫൂർ എന്ന് പറയുന്ന ഇസ്മാണ്. അപ്പൊ ഇതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ 1286 ഇതിന്റെ അദദ് നമ്മൾ പറഞ്ഞു. അപ്പൊ 1286 തവണ യാ ഗഫൂറു യാ അല്ലാഹ് എന്ന് ചൊല്ലുക. അങ്ങനെ ഓരോ ഇസ്മിന്റെയും അദദുകൾ കൃത്യമായി കണ്ടെത്തിയിട്ട് അത്രയും തവണ ഓരോ ഇസ്മുകളും ചൊല്ലിത്തീർത്താൽ ഏറ്റവും ലളിതമായ റിയാള അസ്മാഉൽ ഹുസ്നയുടേത് പൂർത്തിയാക്കി വീട്ടി. എന്നിട്ട് അവൻ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ അവന് വലിയ ഫലങ്ങൾ ഉണ്ടാകും. അവന്റെ നാക്ക് നല്ല ഫലമുള്ള നാക്കായി മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് അറിയിക്കണം. നമ്മൾ ഒരുപാട് കാലം ഇത് പറയുന്നു. നിരവധി ആളുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ചെയ്തവർക്കൊക്കെ അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു വലിയ അഭിവൃദ്ധി നൽകട്ടെ, വലിയ ഫതഹ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഈ ഇസ്മും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നറിയാൻ ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യാൻ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അതിൻ്റെ കൃത്യമായ അപ്ഡേഷൻ അറിയിക്കാറുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് സേവ് ചെയ്തവർക്ക് മാത്രം കാണുന്നതുകൊണ്ട് പലരും അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് സ്റ്റോറി നോക്കിയാൽ ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായി അറിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇവിടെ വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, പരശതം മുഅ്മിനീങ്ങൾ, അവരൊക്കെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ പ്രതീക്ഷ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയും എന്നുള്ളത് മാത്രമാണ്. അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാവല് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.